ഉത്സവകാലമായതിന് ശേഷം ചെണ്ടേൻ്റെ മുകളിൽ കോല് വീണിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അശ്വനിക്ക് എക്സാം ആയതുകൊണ്ട് അധികം ഉത്സവമൊന്നും ഈ വർഷം കിട്ടിയിട്ടില്ല. അതിൻ്റെ സങ്കടത്തിലാണ് മൂപ്പത്തി. അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടെ മൂഴിപ്പുറത്ത് ഉത്സവത്തിന് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചെണ്ടകൊട്ട് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ തുമ്പമ്മ നല്ല ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. വൈശാഖാട്ടിന് എന്നെ ഒഴികെ ബാക്കി എല്ലാവരെയും നോക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തിരഞ്ഞു നോക്കുന്നുണ്ട്, ആരെയാണോ എന്തോ എന്തരോ. പിന്നെ എനിക്ക് മനസ്സിലായത് പാരമ്പര്യമാണെന്ന്, കാരണം അച്ഛനും തിരയുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവർ രണ്ടുപേരും എങ്ങോട്ടോ എന്തെന്നില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ അപ്പം അതിൻ്റെ ഇടയിൽ ഇടിച്ച് കയറാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് അശ്വിനിക്ക് ഒരു പീസിനെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അശ്വിനീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഞാൻ ഉത്സവപ്പറമ്പ് പോകണം എന്തിനാ വെച്ചാൽ വായി നോക്കി നടക്കാൻ, വളപ്പീടിയിൽ കയറാൻ, ഫുഡ് അടിക്കാൻ, ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. വൈശാഖേട്ടൻ വായി നോക്കും, അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ആസ്വദിക്കുന്ന ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ഇവർ കുറേ നേരം ഇപ്പോൾ ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ചൊറിഞ്ഞ് അവസാനം ഫുഡ് അടിക്കാൻ വേണ്ടി അവരെയും കൂട്ടിപ്പോയി. നല്ല അടിപൊളി സാമ്പാറും ഒരു കുഞ്ഞ് സദ്യയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കുന്ന കഥ കണ്ടിട്ടുണ്ട്. പിന്നെ മക്കളെ ഏട്ടനെടുത്ത് കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. അല്ലുട്ടൻ ഇപ്പോൾ ഈയിടെയായിട്ട് സ്വന്തയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണ്, വളപ്പീടിയ. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വന്നില്ല ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇവളെയും കൊണ്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അതേ ഞങ്ങൾക്ക് DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന്. കാരണം അയ്യോ അവിടെ നിന്നുള്ള പൊട്ടക്കളി മൊത്തം കളിച്ചിട്ടുണ്ട്. ഏതെടുക്കണം എന്തെടുക്കണം, അത് വാങ്ങണോ ഇത് വാങ്ങണോ. തുമ്പി അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്, എത്രയാ സാധനങ്ങൾ, അമ്മയെ നമുക്ക് ക്യൂടെക്സ് വാങ്ങിയാലോ എന്നാണ് ചോദിച്ചത് കേട്ടോ. എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എമ്പക്കുള്ളതൊന്നും ഇമ്പളയിൽ ഉണ്ടാവില്ല, എല്ലാം ഓളം എടുക്കും എന്നുള്ളത്. കുറേ കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആകെ നല്ലൊരു കട എന്ന് പറയുന്നത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ രേഖേച്ചും സ്നേഹചേട്ടനും അവർ രണ്ടുപേരും കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരോടും കുറച്ച് നേരം കത്തിരിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. അശ്വനി അച്ഛനും അവിടെ തന്നെ നിന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് അധികം ഒന്നും വാങ്ങിയില്ല, കാരണം ഇവിടെ ചാക്ക് കെട്ടി വെക്കാനാണല്ലോ കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 ബലൂൺ മാത്രമേ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അല്ലുട്ടനൊരു ബലൂണും തുമ്പമ്മയ്ക്കൊരു ബലൂണും. ബൈക്കിൽ വരുന്ന വഴിക്ക് ഒരെണ്ണം അങ്ങ് പൊട്ടി. തുമ്പി അതിവിദഗ്ധ, വേഗം പൊട്ടാത്തത് വേഗം കയ്യിലെടുത്ത് വെച്ചു. എൻ്റെ ചെക്കനായിരുന്നു നഷ്ടം. ദിവസങ്ങൾ കഴിയുന്തോറും ഇവളിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ അമ്മേൻ്റെ മോൾ തന്നെയാണ് എന്ന്.